ദൈവത്തിന് മഹത്വം. 1 ശമൂവേലിൻ്റെ പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ യജമാനനായ രാജാവ്, അടിയൻ്റെ വാക്ക് കേൾക്കണമേ. തിരുമേനിയെ അടിയന് വിരോധമായി ഉദ്യോഗിപ്പിക്കുന്നത് യഹോവയാകുന്നുവെങ്കിൽ അവൻ ഒരു വഴിപാട് ഏറ്റ് പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യർ എങ്കിലോ അവർ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ഏകദേശം 12 വർഷങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പാർക്കേണ്ടി വന്നു. ശൗലിന് ദാവീദിനോട് അസൂയ ഉണ്ടായിരുന്നു. ഇത് 2-ാം പ്രാവശ്യമാണ് ശൗൽ ദാവീദിൻ്റെ കയ്യിൽ അകപ്പെടുന്നത്. ഒന്നാമത് ഏൻഗദി മരുഭൂമിയിലെ ഗുഹയിൽ വെച്ചും, ഇപ്പോൾ സീഫ് മരുഭൂമിയിൽ വെച്ചും ദാവീദ് ശൗലിനെ മുറിപ്പെടുത്താതെ വിടുകയാണ്. ഒന്നാമത്തെ പ്രാവശ്യം ശൗലിൻ്റെ വസ്ത്ര അഗ്രം ദാവീദ് മുറിച്ചെടുത്തു. 2-ാം പ്രാവശ്യം ശൗലിൻ്റെ കുന്തവും ജലപാത്രവും ദാവീദ് എടുത്തു കൊണ്ടുപോയി. രാത്രിയിൽ തൻ്റെ കാവലിനായി ഉറങ്ങിക്കിടന്ന ഏതാണ്ട് 3000 പേരുള്ള ഒരു സൈന്യം ശൗലിനോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം ഗാഢനിദ്രയിലായിരുന്നതിനാൽ ദാവീദ് ശൗലിൻ്റെ ജലപാത്രവും കുന്തവും എടുത്തുകൊണ്ടുപോവുകയാണ്. തങ്ങളുടെ രാജാവിനെ രാത്രിയിൽ കാത്തുകൊള്ളാതിരുന്ന സൈന്യാധിപനായ അബ്നേരും മറ്റും മരണയോഗ്യരാണെന്ന് ദാവീദ് അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ദാവീദിൻ്റെ പ്രതിവാദം കേട്ടുകഴിഞ്ഞപ്പോൾ ശൗൽ വികാരാതീതനായി തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. പക്ഷേ സ്ഥിരതയുള്ള മാനസാന്തരം ശൗലിന് അപ്പോഴും ഉണ്ടായില്ല. അതിൻ്റെ പ്രധാന കാരണം അവൻ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടവനാണ്. ശൗൽ തൻ്റെ ശത്രുവാണെങ്കിലും അവനെ ദാവീദ് കൊല്ലാതെ വിട്ടത് യഹോവയാൽ അഭിഷിക്തനായ രാജാവായതുകൊണ്ടാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന ദാവീദിൻ്റെ ജീവിതയാത്രയിൽ പ്രാവർത്തികമാക്കിയത് ശ്രദ്ധേയമാണ്. ദാവീദിനെതിരെ ശൗൽ വളരെയധികം പീഡകൾ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. ദാവീദ് ചോദിക്കുന്നു, യജമാനനെ, അടിയനെ തേടി നടക്കുന്നത് എന്ത്? അടിയൻ എന്ത് ചെയ്തു? അടിയൻ്റെ പക്കൽ എന്ത് ദോഷമാണുള്ളത്? രാജാവിനോട് ദാവീദ് ചോദിക്കുകയാണ്. ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവായ ശൗൽ ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. അബിശായി പറഞ്ഞു, ഞാൻ ഇവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്തൊരു കുത്തായിട്ട് കുത്തട്ടെ. 2ാമത് ഒരു കുത്ത് കൊടുക്കേണ്ടി വരില്ല. ദാവീദ് അബിശായിയോട്, അവനെ നശിപ്പിക്കരുത്. യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും? യഹോവയാണ്, യഹോവ അവനെ സംഹരിക്കും. അല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം വരും, അല്ലെങ്കിൽ അവൻ പടയ്ക്ക് ചെന്ന് നശിക്കും. അവനൊരു അഭിഷിക്തനാകയാൽ എൻ്റെ കൈകൊണ്ട് അവന് ദോഷമുണ്ടാകില്ല. പക്ഷെ ദാവീദിൻ്റെ ഇവിടുത്തെ ചോദ്യം, ശൗൽ രാജാവേ, തിരുമേനിയെ അടിയന് വിരോധമായി തെറ്റിദ്ധരിപ്പിച്ച്
കലഹമുണ്ടാക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? അത് ദൈവമാണെങ്കിൽ ഞാനൊരു വഴിപാട് കഴിച്ച് ദൈവത്തോട് ഏറ്റുപറയാം. മനുഷ്യരെങ്കിലോ അവർ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെടട്ടെ. ഇന്നത്തെ ചിന്ത വ്യത്യസ്തമായ ഒരു ചിന്തയായി നമുക്ക് ലഭിക്കുകയാണ്. ചിലരെ നമുക്ക് വിരോധമായി തിരിപ്പിക്കുന്ന, ചില നന്മകളെ നമ്മളിൽ നിന്ന് അകറ്റുന്ന, നമ്മുടെ ഉയർച്ചയെയും നന്മയെയും കെടുത്തുവാൻ ചിലരെ ആയുധമായി ഉപയോഗിച്ച് പിറകിൽ നിന്ന് കുത്തുന്ന, അവരെ ഉദ്യോഗിപ്പിക്കുന്നത് ആരാണ്? അതൊരു മനുഷ്യനെങ്കിൽ അവർ യഹോവയാൽ ശപിക്കപ്പെട്ടിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ നന്മയെയും ഉയർച്ചയെയും സ്വസ്ഥതയെയും വിടുതലിനെയും തടയിടുവാൻ അസൂയ പൂണ്ട ചില മനുഷ്യർ പിറകിൽ നിന്ന് ചിലരെ നിങ്ങൾക്ക് വിരോധമായി ഉദ്യോഗിപ്പിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം അതൊരു മനുഷ്യനാകട്ടെ, ദൈവത്തിൻ്റെ ഇടപെടൽ അവരോടുണ്ടാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ. തൻ്റെ ജനത്തെ വർദ്ധിപ്പിച്ച് കാക്കണമേ. എല്ലാ നന്മകളും നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.